ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശിവധാര പൂർത്തിയായി കഴിഞ്ഞു. വിശ്രമമില്ലാതെ അധ്വാനിച്ച് ശ്രീകോവിലിന് കൃത്യമായ അളവിൽ ധാരയ്ക്കുള്ള ജലം എത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ധാര ശുഭകരമായി പര്യവസാനിച്ചത്. ഭഗവാൻ പ്രസാദിച്ചു. അഭിഷ്ടസിദ്ധി ഉണ്ടാകും. ശംഭോ മഹാദേവ. ഇനി മുട്ടുകാൽ പ്രദക്ഷിണം തുടങ്ങാം. ഈശ്വരകാരുണ്യത്താൽ പ്രദക്ഷിണവും വിജയിക്കട്ടെ. തിരുമേനി. ജഗനോ, എന്താ ജഗൻ? ഭാര്യ ഇത്രയും കഠിനമായ വഴിപാട് നടത്തുമ്പോ ഭർത്താവ് കൂടെ ഉണ്ടാകുന്നത് തന്നെയാണ് ഉത്തമം. ജഗൻ എന്താ വൈകിയത്? ജഗൻ എന്താ ഒരു വിഷമം? ഇത്തരം വഴിപാടുകളൊന്നും നടത്താൻ പാടില്ല എന്ന് തിരുമേനിക്ക് വന്ദനയെ വിലക്കാമായിരുന്നു. വഴിപാട് വിലക്കാനോ? ജഗൻ എന്താ ഈ പറയുന്നേ? ഭക്തരുടെ വിശ്വാസമല്ലേ വഴിപാട്. അത് നടത്തിക്കൊടുക്കാൻ ബാധ്യതപ്പെട്ട പൂജാരി തന്നെ അത് മുടക്കാൻ പാടുണ്ടോ ജഗൻ? അല്ല, അത് പിന്നെ എന്തിനാ ഈ വഴിപാട് നടത്തുന്നെന്ന് തിരുമേനി വന്ദനോട് ചോദിച്ചില്ലേ? ഇല്ല, ഞാൻ ഒന്നും ചോദിച്ചില്ല. പക്ഷേ ഭർത്താവിന്റെ മൃത്യുദോഷം അകറ്റാനുള്ള വഴിപാടുകളെ കുറിച്ച് വന്ദന എന്നോട് ചോദിച്ചു. ഞാനത് പറയുകയും ചെയ്തു. ഭർത്താവിന്റെ മൃത്യുദോഷോ? അതെ, അതിന് വേണ്ട മൃത്യുഞ്ജയ ഹോമം, ശിവധാര, മുട്ടുകാൽ പ്രദക്ഷിണം എന്നീ വഴിപാടുകളാണ് വന്ദന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ജഗൻ തികഞ്ഞ വിശ്വാസിയല്ലേ? എന്നിട്ടും വന്ദന വഴിപാട് നടത്തുന്നതിൽ ജഗൻ എന്തോ താല്പര്യക്കുറവുള്ള പോലെ. താല്പര്യക്കുറവൊന്നുമില്ല തിരുമേനി. ഇത്തരം വഴിപാടുകൾ നടത്തിയാൽ വന്ദനയ്ക്കുണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അതോർത്തിട്ട് എനിക്ക് വിഷമം. വിഷമിക്കാൻ ഒന്നുമില്ല ജഗൻ. ദേഹത്ത് ശൂലം തുളച്ചു കയറ്റി കാവടിയാട്ടം നടത്തുന്ന ഭക്തരെ ജഗൻ കണ്ടിട്ടില്ലേ? ആളിക്കത്തുന്ന ആഴിക്ക് ചുറ്റും പ്രദക്ഷിണം വച്ച് തീക്കനൽ വാരി അമ്മാനമാടുന്ന വഴിപാടും ജഗൻ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യമാക്കേണ്ടതില്ല, പെട്ടെന്ന് മാറിക്കോളും. ദേഹത്ത് മുറിവേറ്റ് പാടുപോലും അവശേഷിക്കില്ല. അത് ദൈവിക ശക്തി കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. വന്ദനയുടെ കാര്യത്തിലും ഒന്നും പേടിക്കാനില്ല. ഇപ്പോഴാ വന്ദനയുടെ മാറ്റത്തിന്റെ കാരണം മനസ്സിലായത്. എനിക്ക് മൃത്യുദോഷമുണ്ടെന്നാണ് ജ്യോത്സ്യന്റെ പ്രവചനം. അപ്പച്ചി പണം കൊടുത്ത് പറയിച്ച കള്ളപ്രവചനമാനേ വഴിയുള്ളൂ. ആ വിശ്വാസം വന്ദനയിൽ അടിച്ചേൽപ്പിക്കാൻ ദുഷ്ടബുദ്ധിയായി അപ്പച്ചിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇല്ലാത്ത മൃത്യുദോഷ പരിഹാരത്തിന് പീഡനം അനുഭവിക്കുന്ന ആ പാവം.